സർവ്വരോഗങ്ങളും സുഖപ്പെടുത്തുന്ന വൈദ്യനാഥ ഭാവത്തിൽ ശ്രീമഹാദേവൻ കുടികൊള്ളുന്ന പുരാതനമായ ശ്രീ കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ഈ മഹാദേവ ക്ഷേത്രം അറിയാത്ത മലയാളികൾ ഒട്ടും തന്നെ ഉണ്ടാവില്ല. എന്നാൽ കാഞ്ഞിരങ്ങാട്ടപ്പന്റെ സങ്കല്പത്തിൽ വൈദ്യനാഥ ഭാവത്തിൽ ശ്രീമഹാദേവൻ കുടികൊള്ളുന്ന മലബാറിലെ ഒരു പുരാതന ക്ഷേത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. വൈദ്യനാഥ സങ്കല്പത്തിൽ കാഞ്ഞിരങ്ങാട്ടപ്പനായി ശ്രീമഹാദേവൻ ഇവിടെ ഉപദേവതാ സാന്നിധ്യത്തിലാണ് കുടികൊള്ളുന്നത്. കോഴിക്കോട് ജില്ലയിലെ മഹാദേവ ക്ഷേത്രങ്ങളിൽ ശ്രീമഹാദേവൻ വൈദ്യനാഥ ഭാവത്തിൽ കുടികൊള്ളുന്ന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം. മഹാവിഷ്ണു, അയ്യപ്പൻ, ഗണപതി എന്നിവരാണ് മറ്റു ഉപദേവന്മാർ. നാലമ്പലത്തിനുള്ളിൽ വട്ടശ്രീകോവിലായി ജലദൃഷ്ടി വരത്തക്ക വിധം ക്ഷേത്രകുളത്തിലേക്ക് ദർശനമായാണ് ശ്രീമഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത്. ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. നിരവധി പ്രത്യേകതകളുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് തെഞ്ചിലേരി ശ്രീ മഹാദേവ ക്ഷേത്രം. നാലമ്പലത്തിനുള്ളിൽ നമസ്കാര മണ്ഡപത്തിന് താഴെയായി ഒരു ദ്വാരം കാണാം. ഈ ദ്വാരത്തിലൂടെ നോക്കിയാൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ശ്രീമഹാദേവനെ പൂർണ്ണമായും കാണാമെന്നാണ് വിശ്വാസം. പ്രധാന ശ്രീകോവിലിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ശ്രീമഹാദേവന് അരികെയായി മറ്റൊരു സ്വയംഭൂ ലിംഗം വളരുന്നുണ്ടെന്നാണ് വിശ്വാസം. അതിനാൽ ഒരു ശ്രീകോവിലിൽ രണ്ടു സ്വയംഭൂ ശിവലിംഗമുള്ള അപൂർവം ചില ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തെഞ്ചിലേരി ശ്രീ മഹാദേവ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ഉള്ളിയേരി പഞ്ചായത്തിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ ഇനിയും നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പ്രദർശനമായി കല്ലുപാകൽ, നന്ദി വിഗ്രഹം മാറ്റി പ്രതിഷ്ഠിക്കുക, വിഷ്ണു ക്ഷേത്രം പുതുക്കി പണിയുക, നടപ്പന്തൽ നിർമ്മിക്കുക എന്നിങ്ങനെ നിരവധി നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും നടത്തേണ്ടതായുണ്ട്. നിലവിധാനത്തു നിന്ന് അല്പം താഴെയായാണ് ക്ഷേത്രേശൻ കുടികൊള്ളുന്നത്. നാലമ്പലത്തിനുള്ളിലെ നമസ്കാര മണ്ഡപത്തിലായി കണ്ടുവരുന്ന ദ്വാരത്തിലൂടെ നോക്കിയാൽ ക്ഷേത്ര വിഗ്രഹം പൂർണ്ണമായും കാണാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ മണിക്കിണറിലെ ജലവും ക്ഷേത്രകുളത്തിലെ ജലവും ഏത് വേനലിലും വറ്റാറില്ലെന്നാണ് വിശ്വാസം.